ഇത് ഉഷ ആനന്ദ്. സാഹിത്യരംഗത്ത് ശ്രദ്ധേയമായ ഈ എഴുത്തുകാരിക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞ ക്രിസ്തുവിലൂടെ മനസ്സ് തുറക്കുന്നു ഉഷ ആനന്ദ്. നമസ്കാരം, ഞാൻ ഉഷ ആനന്ദ്. ഞാൻ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയത് 18 വയസ്സ് മുതലാണ്. കാരണം എന്നെ വിവാഹം കഴിച്ചത് നല്ല ഒരു ക്രിസ്ത്യൻ വിശ്വാസിയായ ഒരു വ്യക്തിയാണ്. അതുമുതൽ ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞു തുടങ്ങി. ലോകരക്ഷകനെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ സത്യം എന്താണെന്നും അതിലൂടെ ആ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ എത്ര കണ്ട് ശാന്തമായി ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്നും നമുക്ക് തീർച്ചയായും അറിയാൻ സാധിക്കും. ഞാൻ എൻ്റെ പുസ്തകങ്ങളിലൊക്കെ ക്രിസ്തുവിനെക്കുറിച്ച് എൻ്റെ മിക്കവാറും കവിതാ പുസ്തകങ്ങളിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒരാളിന് നമുക്കറിയാവുന്ന ഒരു നേർവഴി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതെത്രയോ മഹത്തരമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇന്ന് അനീതി നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ലോകരക്ഷകനായ ക്രിസ്തു അനീതിക്കെതിരെ ഒരുപാട് പോരാടി 33 വർഷം നമുക്ക് വേണ്ടി പോരാടി ഈ ലോകത്തുനിന്ന് വിട്ടുപോയെങ്കിലും ഇന്നും ക്രിസ്തു അനേകരിലൂടെ, അനേകരുടെ വിശ്വാസത്തിലൂടെ, ഈ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ വിശ്വാസത്തിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും മദർ തെരേസയും ഒക്കെ ഇവിടെ ജീവിച്ച് നമുക്കൊക്കെ മാതൃക കാണിച്ചു തന്നു നല്ല ജീവിതം എങ്ങനെ നയിക്കണമെന്ന്. പക്ഷേ എന്തുകൊണ്ടോ ഇന്ന് അനീതി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഞാൻ വിവാഹം കഴിഞ്ഞ് എല്ലാ ഞായറാഴ്ചയും അദ്ദേഹം രാവിലെ ചർച്ചിൽ പോകാൻ വേണ്ടി തയ്യാറാകുമ്പോൾ വാസ്തവം പറയാമെങ്കിൽ ആദ്യമൊക്കെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരനുഭവത്തിലൂടെ ഞാൻ മാറുകയാണ് ഉണ്ടായത്. ഒരു ദിവസം വൈകുന്നേരം 6 മണി സമയത്ത് പോട്ടയിൽ നിന്നുള്ള ഒരു സിസ്റ്ററും ഒപ്പം ഇവിടെ അടുത്ത ചർച്ചിൽ നിന്നുള്ള ഒരു വ്യക്തിയും കൂടെ ചേർന്നിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയായിരുന്നു. അവരുടെ കയ്യിൽ വചനോത്സവം എന്നുള്ളൊരു പുസ്തകം ഉണ്ടായിരുന്നു. അത് വാങ്ങിച്ച് എനിക്ക് എന്തോ പ്രത്യേകിച്ച് ഒന്ന് വായിക്കാനൊന്നും തോന്നിയില്ല. വെറുതെ ഇവിടെ സോഫയിലിരുന്ന ബുക്ക് പിന്നെ ഞാൻ മറിച്ച് നോക്കിയപ്പോൾ എനിക്ക് മൺവിളയിൽ ഒരു ധ്യാനം, അവർ ഒരാഴ്ച കഴിഞ്ഞ് ധ്യാനം നടക്കുകയാണെന്നുള്ളത് ഞാൻ അതിൽ വായിച്ചു. എന്തുകൊണ്ടോ എന്താ നടക്കണത് എന്ന് എനിക്ക് അറിയണമെന്നുള്ള അതിയായ ആകാംക്ഷ തോന്നുകയും ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് ആ മൺവള ധ്യാനത്തിന് പോകാമെന്ന്. പക്ഷേ അദ്ദേഹം കടുത്ത ക്രിസ്ത്യൻ വിശ്വാസിയാണെങ്കിലും അദ്ദേഹത്തിനും ധ്യാനം കൂടുക എന്നുള്ളത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം വലിയൊരു ജനത്തിരക്കായിരിക്കും, അതിൻ്റെ ഇടയിൽ പോയിരിക്കുക എന്നുള്ള. അപ്പോഴും എൻ്റെ ഒരു മോളാണ് അവൾ. അപ്പോൾ വളരെ കൊച്ചു കുട്ടിയാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ അന്ന് ധ്യാനം നടക്കുന്ന ദിവസം രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ പോയി. ആ സമയത്ത് എനിക്കൊരു അസുഖമുണ്ട്. എൻ്റെ വലത് കൈയുടെ ഷോൾഡർ പെയിൻ, ഒരു അരമണിക്കൂറോ 1 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പെയിന് കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തുള്ള ഒരുപാട് ഡോക്ടേഴ്സ് നോക്കി ഒത്തിരിയേറെ മരുന്ന് ഞാൻ കഴിച്ചെങ്കിലും എനിക്ക് അസുഖം ഭേദമാകുന്നില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ധ്യാനം കൂടിയത്. ധ്യാനം കൂടാൻ രാവിലെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അദ്ദേഹം എന്നോട് ചോദിക്കുകയുണ്ടായി, ഇന്ന് പോവുകയാണെങ്കിൽ നീ വേദനയില്ലേ, കൈ വേദന ചിരിക്കാൻ പറ്റുമെന്ന്. എന്തുകൊണ്ട് എനിക്കങ്ങനെ തോന്നിപ്പോണം, അല്ലെ കുഴപ്പമില്ല നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 11 മണി സമയമായപ്പോൾ എനിക്ക് ഇരിക്കാൻ വയ്യ. വേദന കാരണം എൻ്റെ കൈ അടർന്ന് വീഴുമെന്നുള്ള അത്രയും വേദന എനിക്ക് ഫീൽ ചെയ്യുകയായിരുന്നു. അപ്പോൾ കാവ്യ വസ്ത്രധാരിയായ ഒരു വ്യക്തി സ്റ്റേജിൽ നിന്ന് അനൗൺസ് ചെയ്യുകയാണ്, കൈവേദനയാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന
രോഗിയെ യേശുനാഥൻ തൊടുന്നു എന്ന് അനൗൺസ് ചെയ്തു. ഈ അനൗൺസ് ചെയ്തതിന് തൊട്ട് മുന്നേ എനിക്ക് വേദന കൊണ്ട് സഹിച്ചിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ മോളോട് പറഞ്ഞു, ഡാഡി എവിടെ ഇരിക്കുകയാണെന്ന് മോൾ നോക്കി, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് വീട്ടിൽ പോകണം, എനിക്ക് ഇപ്പോൾ കിടക്കണം, എനിക്കിവിടെ ജനത്തിരക്കാം, അല്ലാണ്ട് മനുഷ്യന് ഇരിക്കാൻ സ്ഥലമില്ല, പിന്നെ കിടക്കാൻ ഒട്ടും പറ്റത്തില്ലല്ലോ. അപ്പം മോള് കുഞ്ഞു കുട്ടി, അവൾ എഴുന്നേറ്റ് നാലുപാടും നോക്കിയിട്ടുണ്ട്, എനിക്ക് ഡാഡിയെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല മമ്മി. ഞാൻ അങ്ങനെ വേദനിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നു. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോഴും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ സമയത്ത് എൻ്റെ കയ്യിലകത്തുനിന്ന് നമ്മൾ ഇലക്ട്രിക് ഷോക്ക് പോലെ ഇങ്ങനെ ഒരു സാധനം കറണ്ട് അടിക്കും പോലെ എൻ്റെ കയ്യിലെ തോൾ സൈഡ് വരെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. തോളിൽ വന്ന് വളരെ ശക്തിയായിട്ട് അടിക്കുന്നത് പോലെ ഫീൽ ചെയ്തു. ആ നിമിഷം എൻ്റെ വേദന എടുത്തു മാറ്റുകയായിരുന്നു ക്രിസ്തു എന്ന് ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും പിന്നെ ഞാൻ അതിൻ്റെ ഒരു മരുന്ന് കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്ന് എനിക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി മറ്റുള്ളവർക്ക് എനിക്ക് ബോധ്യം നൽകാനും എനിക്ക് സാക്ഷ്യം നൽകാനും സാധിക്കുമെന്നുള്ളതിൽ അഭിമാനവും ഞാൻ എന്താ പറയേണ്ടത്, എനിക്ക് അത്ര കണ്ട് സന്തോഷവുമാണ്. അന്ന് ഞാൻ ക്രിസ്തുവിനെ അറിയുകയായിരുന്നു. അതിനുശേഷം ഞാൻ വളരെയേറെ വിശ്വാസത്തോടു കൂടി പിന്നെ ചർച്ചിൽ പോവുകയും അങ്ങനെ ഞാനിന്ന് സന്തോഷവതിയാണ്. ആ കാര്യത്തിൽ നമ്മുടെ ജീസസ് ജീവിച്ചിരിക്കുന്നു, നമ്മളെപ്പോലെ ഒരുപാട് ആളുകളിലൂടെ അദ്ദേഹം ജീവിക്കുന്നു എന്ന് ആ പരമമായ സത്യം നിങ്ങളുടെ മുമ്പ് ഞാൻ തുറന്നു പറയാനും ആ സാക്ഷ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകുമെങ്കിൽ അതെനിക്കത് പറയാൻ ഞാൻ അതീവ സന്തുഷ്ടയാണ്. മനുഷ്യർ സ്വയം തല്ലിച്ചാകാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ദൈവം നമുക്ക് പറഞ്ഞു തന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നാണ്. നമ്മൾ എന്തിനാ ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് നമ്മൾ ആരാധിച്ച് എന്ന് ഒരുപാട് ദൈവങ്ങൾ എല്ലാ മതവിശ്വാസികളും ദൈവങ്ങളുടെ ചിത്രവും പ്രതിമയും ഒക്കെ ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും മനുഷ്യൻ്റെ കയ്യിലിരിപ്പ് എന്താ? തമ്മിൽ തല്ലുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ രോഗസൗഖ്യത്തിലൂടെ ഒത്തിരി പേർക്ക് ഞാൻ എൻ്റെ വിശ്വാസം പറഞ്ഞു കൊടുത്ത് അവർക്കൊക്കെ എൻ്റെ ബന്ധുമിത്രാദികൾക്ക് പല ആൾക്കാർക്കും അറിയാമായിരുന്നു എൻ്റെ ഈ രോഗാവസ്ഥയും ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതും. അപ്പോൾ ഞാൻ പിന്നീട് വളരെ ആക്റ്റീവായി തുടങ്ങി. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, ആ പഴയ വേദനയിൽ ഏത് ഡോക്ടറെയാണ് കണ്ടതെന്ന് ഓരോരുത്തർ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഈ ദൈവവിശ്വാസം ഇത് ഇങ്ങനെ സംഭവിച്ചതാണ്, ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്ക് കിട്ടിയ നേട്ടം ഞാൻ ധാരാളമായി മറ്റു സുഹൃത്തുക്കളോടും പറഞ്ഞു തുടങ്ങി. ഒത്തിരി പേര് ദൈവത്തിനെ അറിയാൻ വേണ്ടി പോട്ടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് എത്രയോ ആൾക്കാരെ ഞാൻ പറഞ്ഞയച്ചു. മടങ്ങി വരുന്നത് അവർക്ക് എന്തോ നിധി കിട്ടിയ സന്തോഷത്തിലാണ്. ദൈവത്തെ അറിയുക എന്നുള്ളത് നമുക്ക് ഈ ലോകത്തിലെ എല്ലാ സമ്പത്തും നേടിയെടുക്കുന്നതേക്കാളും എത്രയോ വലുതാണെന്ന് നമുക്ക് അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. യേശു ക്രിസ്തു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയെന്നും തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയെന്നും രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയെന്നും ഒക്കെ നമ്മൾ ബൈബിളിലൂടെ വായിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമുക്കൊക്കെ അത് സമീപസ്ഥമാണ്. ആ കാര്യം നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് ആ അനുഭവം കിട്ടും എന്നുള്ള ആ വിശ്വാസത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ അനുഭവം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് അനുഭവസ്ഥമാകുക തന്നെ ചെയ്യും എന്നുള്ളത് എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. അതിലെനിക്ക് ഒത്തിരി അഭിമാനവും തോന്നുന്നു. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ചാൻസിലൂടെ ഇങ്ങനെ ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് തന്നെ എത്രയോ വലിയ കാര്യം. ഇത് എനിക്ക് ജീസസ് ഒരുക്കി തന്ന ഒരു സൗഭാഗ്യമായി തന്നെ ഞാൻ കാണുകയാണ്. ഞാൻ എൻ്റെ പുസ്തകങ്ങളിലൂടെയും
ക്രിസ്തുവിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ കാൽവരി നാഥനെന്ന് കുറച്ച് വരികൾ എഴുതി, അത് ചൊല്ലുകയാണ്. കാൽവരി നാഥ കനിവേകു ദേവാ, കാൽവരി നാഥ കനിവേകു ദേവാ, തൻ്റെ ജനത്തിന് ജീവിതമേകുവാൻ തിരുനിണമൊരുക്കിയ രക്ഷകനേ, ഞാൻ ചെയ്ത പാപത്തിനാഴങ്ങളാലേ നീ അപരാധിയല്ലാതെ ക്രൂശിലേറി. കാൽവരി നാഥാ കനിവേകു ദേവാ, എല്ലാം എനിക്കേകി ജീവൻ ത്യജിച്ചു നീ പരിഭവമായൊന്നും ചൊല്ലിടാതെ. അപരാധിയായ ഞാൻ താപമോടലയുന്നു പാരിന്നുടയനാം തമ്പുരാനേ. കാൽവരി നാഥാ കനിവേകു ദേവാ, തമസിലുഴലുന്നോർക്കാശ്വാസമേകുവാൻ മണ്ണിൽ മനുജന്റെ പാപം തുടയ്ക്കുവാൻ മൂന്നാം നാളുയർത്തവനേശുനാഥൻ, ലോകരാജാതിരാജനായി വാണിടുവാൻ. കാൽവരി നാഥാ കനിവേകു ദേവാ. ഞാൻ എഴുതുന്ന കവിതകളിൽ, എൻ്റെ കവിതാ പുസ്തകങ്ങളിൽ ഒരു കവിതയെങ്കിലും ക്രിസ്തുനാഥനെക്കുറിച്ചും ഞാൻ എഴുതും. കാരണം ഞാൻ എഴുത്തുകാരി ആയതും അങ്ങനെ ദൈവത്തിൻ്റെ കരവേല കൊണ്ടായിരിക്കണമല്ലോ. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്. ഞാൻ എഴുത്തിൻ്റെ വഴിയിലേക്ക് വന്നതും ഇതുപോലെ ഏതോ ഒരു അദൃശ്യ കരത്തിൻ്റെ ശക്തിയാലാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എഴുതി ഇപ്പോൾ 8 പുസ്തകങ്ങളിലേക്ക് നീങ്ങി. എവിടെയെങ്കിലും ക്രിസ്തുവിൻ്റെ ടച്ച് ഞാൻ അതിലേക്ക് കൊണ്ടുവരും. വായനക്കാരിൽ ഒരാളെങ്കിലും ക്രിസ്തുവിനെ അറിഞ്ഞാൽ അത്രയും സന്തോഷമായി എനിക്ക്. അതുകൊണ്ട് ഞാൻ എഴുതാറുണ്ട്. നമ്മുടെ ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് വാതോരാതെ സംസാരിക്കുകയും അതുപോലെ പുസ്തകങ്ങളിലൂടെ കുറച്ച് വരികളിലൂടെയെങ്കിലും ഞാൻ ആ സാന്നിധ്യം കൊണ്ടുവരികയും ചെയ്യാറുണ്ട്. പങ്കുവയ്ക്കലിൻ്റെ സ്നേഹം. യേശു ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഊട്ടി നമ്മളെ പഠിപ്പിച്ചതാണ്. 5 അപ്പം മതി 5000 പേർക്ക് വയറ് നിറച്ചെങ്കിൽ എന്തുകൊണ്ട് നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു കൈ സഹായം എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല? തീർച്ചയായും നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ യേശു ക്രിസ്തു ആഗ്രഹിച്ച ശാന്തിയും സമാധാനവും നടമാടുക തന്നെ ചെയ്യും. ആരും ഒന്നുമില്ലാത്തവരായി ജനിക്കുന്നില്ല, അഥവാ ഒന്നും തന്നെ അവർ കൊണ്ടുപോകുന്നുമില്ല. എത്ര തന്നെ ഉണ്ടാക്കിയാലും ഈ ഭൂമിയിൽ നിന്ന് യേശുദേവൻ ക്രൂശിൽ തറച്ചു മരിച്ചതുപോലെ നമ്മൾ ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ നമ്മളും ശൂന്യമായ കൈയോടുകൂടി തന്നെ നമ്മളും മടങ്ങിപ്പോവും. ആർക്കും ഒന്നും കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. എന്നിട്ടും നമ്മൾ അത്യാർത്തി പൂണ്ട് സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞ യേശു ക്രിസ്തു അവിടെ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ ആരാണ് അവിടെ താമസിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിയെ മാത്രം നീ സഹായിക്കൂ എന്നൊരിക്കലും പറഞ്ഞില്ല. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും ആരോ ആയിക്കൊള്ളട്ടെ, അവിടെ താമസിക്കുന്നത് ആരായാലും
നീ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ അപരനെയും കാണണമെന്നുള്ള മഹത് സന്ദേശം നമുക്ക് നൽകിക്കൊണ്ടാണ് ക്രിസ്തുദേവൻ ഈ ലോകത്ത് നിന്ന് മറഞ്ഞെങ്കിലും ഈ ലോകം മുഴുവനും ഇന്നും നിറഞ്ഞു നിൽക്കുന്നത്. ആ സന്ദേശം നമ്മുടെ മനസ്സിലേക്കും നമുക്ക് ആവാഹിച്ചെടുക്കുകയും ആ രീതിയിൽ തന്നെ ഓരോ വ്യക്തിയും നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ചെറിയ സഹായം, ഒരു വാക്കോ ഒരു നോക്കോ ഒരു പ്രവൃത്തിയോ ഒരു ചെറിയ കൈസഹായമോ ഇതൊക്കെയും നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തിന് നമ്മൾ അനീതിക്ക് കുടപിടിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട് നമുക്ക് എന്താ നേട്ടം സംഭവിക്കാനുള്ളത്? ഒന്നുമില്ല. നല്ല മനുഷ്യരായി നമ്മൾ ജീവിച്ചു. മദർ തെരേസ നമുക്ക് ഇവിടെ എന്തു വലിയ മാതൃകയാണ് കാണിച്ചു തന്നത്. നമുക്ക് ആർക്കും മദർ തെരേസ ആവാൻ സാധിക്കില്ല. എന്നാലും ഒരു ചെറിയ കൈസഹായം നമുക്ക് മറ്റുള്ളവർക്കും പകർന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിച്ച് നല്ലവരായി മടങ്ങാൻ നമുക്കും ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ വായനയും എൻ്റെ അനുഭവവും പറയാം. യേശു ക്രിസ്തുവിനെ ഞാൻ ബൈബിളിലൂടെ ദിവസവും കുറച്ച് വായിക്കും. എത്ര ദേഷ്യമുണ്ടെങ്കിലും അത് വായിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മനസമാധാനം, നമ്മൾ ഏതെങ്കിലും ഒരു ഉപമയിലോ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ചെന്നെത്തും. ഒന്നോ രണ്ടോ പേർ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനും ഉണ്ടായിരിക്കുമെന്ന് യേശുക്രിസ്തു പറയുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇതൊക്കെ അദൃശ്യനായ ദൈവം കാണുകയില്ലേ? നമ്മളിതെന്തിനാ ഇങ്ങനെ അപരനോട് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് നമ്മളിതുകൊണ്ട് എന്ത് നേടുന്നു എന്ന് ഒരു മിനിറ്റ് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും നമ്മുടെ ഈ വായനയിലൂടെ, അതായത് ബൈബിള് പോലത്തെ നല്ല നല്ല പുസ്തകങ്ങളുണ്ട്, നല്ല മാർഗദർശിയായിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പുസ്തകങ്ങളുണ്ട്. അതൊക്കെ വായിച്ച് നമുക്ക് ക്ഷമാശീലം, അത് വളരെ എത്രയോ കഷ്ടപ്പാടുകളിലൂടെ നമ്മുടെ യേശുക്രിസ്തു കടന്നു പോയപ്പോഴും അങ്ങേയറ്റം 70 വട്ടം ക്ഷമിച്ചാണ് ക്രിസ്തു നമുക്ക് മാതൃകയായത്. ആ ജീവിതം നമ്മൾ പിന്തുടരുകയാണെങ്കിൽ ഈ ലോകത്തിൽ എത്ര കണ്ട് ശാന്തിയും സമാധാനവും നമുക്ക് നിലനിർത്താം. നമുക്ക് തന്നെ ഞാൻ ശരിയായാൽ അടുത്തയാൾ ശരിയായി, നമ്മുടെ വീട് ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ നാട് ശരിയായി, നമ്മുടെ സമൂഹം ശരിയായി, നമ്മുടെ ലോകം മുഴുവനും ശരിയാക്കാൻ നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി. കാരണം ഞാനെന്ന് പറയണത് നമ്മുടെ ഈ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളുമാണ്. ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ യേശു ആഗ്രഹിച്ച സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന, എപ്പോഴും ശാന്തി കളിയാടുന്ന ഒരു സമൂഹത്തെ നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ശ്രമിക്കാൻ. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിൽ. അനീതിക്കെതിരെ എന്നെ അപേക്ഷിച്ച് എനിക്ക് എന്ത് അനീതി കണ്ടാലും എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുകയേയില്ല. എനിക്ക് പ്രതികരിച്ചില്ലെങ്കിൽ എനിക്കത് വലിയൊരു വീർപ്പും മുട്ടലാണ്. എന്തനീതി കണ്ടാലും ഞാൻ ഒരു എഴുത്തുകാരി ആയതുകൊണ്ട് തീർച്ചയായും ഞാൻ അത് ഒരു 4 വരിയെങ്കിലും സമൂഹത്തിനെ അറിയിക്കാൻ വേണ്ടി ഞാൻ എഴുതിയിടും. അപ്പോൾ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയാണെങ്കിൽ എന്തിനാ ഈ ഒരു വളരെ ഊർജ്ജസ്വലരായ മനുഷ്യർ പോലും എന്തുകൊണ്ടോ അവർ ഇടുങ്ങിയ ചിന്താഗതിയിലൂടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് പല ആളുകളും ജീവിക്കുന്നുണ്ട്. അതെന്തിനാ എന്നുള്ളത് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തു കാണിച്ച പാതയിലൂടെ നമുക്ക് മുന്നേറാനായി നിരന്തരം ശ്രമിക്കാം. ഓരോ ദിവസവും നമുക്ക് അതിനു വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഞാൻ എഴുതുമെന്ന് പറഞ്ഞല്ലോ, എഴുതി കഴിയുമ്പോൾ എൻ്റെ മനസ്സ് പിന്നെ ആ സംഘർഷത്തിലായിരിക്കും കുറച്ച് സമയം. പക്ഷെ അത് ശാന്തമാകണമെങ്കിൽ ഞാൻ കുറച്ച് സമയം ശാന്തമായിരുന്ന് വായിക്കും. ബൈബിള് വായിച്ച് അത് വിചിന്തനം ചെയ്തുകൊണ്ടേയിരിക്കും. യേശു ക്രിസ്തു
ശാന്തനായിരുന്നില്ലെങ്കിൽ നമുക്ക് ആ പാത പിന്തുടരാൻ ഒരിക്കലും സാധിക്കില്ലായിരുന്നു. തീർച്ചയായും നമുക്ക് ബൈബിള് ഒരു വലിയ വഴികാട്ടിയാണ്. ഒരു ദിവസം അതിൽ ഒരു പേജ് വായിച്ചാൽ മതി, നമ്മൾ എത്രയോ കാലം സഞ്ചരിച്ചതുപോലെയുള്ള ഒരു ആത്മസംതൃപ്തി അതിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ നല്ല എഴുത്തുകാരായ ONV, നമ്മുടെ സുഗതകുമാരി ടീച്ചറ്, ഇവരൊക്കെ നല്ല നന്മയ്ക്ക് വേണ്ടി മാത്രം എഴുതിയ ആൾക്കാരാണ്. സംഘർഷം ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും അവർക്കൊക്കെ ആ ഒരു ശൈലി അവർ പിന്തുടരുന്നുണ്ടായിരുന്നു. അതുപോലെ ഞാനും എഴുതുമ്പോഴൊക്കെ ഞാനും അത് ചിന്തിക്കാറുണ്ട്. നമ്മൾ എഴുതി മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാതെ ചിന്തയിലേക്ക് മറ്റുള്ളവരെ കടത്തിവിടാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് എത്രയോ നല്ലതാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ഇനി ഒരു അനുഭവ സാക്ഷ്യവും കൂടെ പറയാം. എൻ്റെ സ്വന്തം അനുഭവ സാക്ഷ്യം. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ ജീവിത പങ്കാളി രാവിലെ ഒരു ദിവസം കുളിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങി പുറത്ത് വന്നിട്ട് ഈർപ്പം റൂമിനുള്ളിൽ കിടക്കായിരുന്നു. അങ്ങനെ അദ്ദേഹം തെന്നി വീണ് ഉടനെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പോയി. കൈൻ്റെ ഇവിടെ വെച്ചിട്ട് അങ്ങ് പൊട്ടിപ്പോയി. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹം പിറ്റേ ദിവസമാണ് സർജറി. ബന്ധുക്കളെ ആരെയും കടത്തി വിടത്തില്ല, കോവിഡ് ആയതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ബന്ധുജനങ്ങളൊക്കെ വന്നെങ്കിൽ ഡോക്ടർ എല്ലാ ആൾക്കാരെയും മടക്കി അയച്ചു. ആരും ഇതിനകത്ത് വേറെ ആരും പാടില്ല, ഞങ്ങളുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അന്ന് പിറ്റേ ദിവസമാണ് സർജറി. അദ്ദേഹം രാത്രി 1 മണിയായിട്ടും അദ്ദേഹം ഉറങ്ങുന്നില്ല, വല്ലാതെ അസ്വസ്ഥനായി, അദ്ദേഹം വിഷമിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു. ഞാൻ വേറെ ആരും ഇവിടെയില്ല, ഒറ്റയ്ക്ക് എന്നെ ടെൻഷനാക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടോ അദ്ദേഹം ഉറങ്ങുന്നില്ല, കിടക്കുന്നില്ല, വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം കൂർക്കം വലിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഞാൻ ബൈസ്റ്റാൻഡർ കിടക്കേണ്ട കട്ടിലിൽ കിടക്കുകയാണ്, അദ്ദേഹം പേഷ്യൻറ്റിൻ്റെ ബെഡിലും കിടക്കുന്നു. ബൈസ്റ്റാൻഡറിൻ്റെ കട്ടിലിൽ കിടന്ന് പെട്ടെന്ന് ഞാനിങ്ങനെ അദ്ദേഹത്തെ പറയുന്നു. ഇദ്ദേഹം ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾ വേഗം ഉറങ്ങി കൂർക്കം വലിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞ് അദ്ദേഹത്തെ നോക്കി. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹം ഇതിനിടയ്ക്ക് ഉറങ്ങിയോ എന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്നു. ഒരു വെള്ള ബെഡ്ഷീറ്റ് അദ്ദേഹത്തിൻ്റെ പുറത്ത് അദ്ദേഹം പുതച്ച് കിടക്കുകയാണ്. പക്ഷേ ആ ബെഡ്ഷീറ്റിൻ്റെ പുറത്ത് ഒരു ജപമാല. ഞാൻ ജപമാല വച്ചില്ല, ഈ ജപമാല എവിടെ നിന്ന് വന്നെന്ന് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടി. അപ്പോൾ ഇദ്ദേഹം ഉറങ്ങിക്കഴിഞ്ഞു. ഞാൻ എഴുന്നേറ്റ് ചെന്ന് ഇത് ഏത് ജപമാലയാണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ആ ബെഡ്ഷീറ്റിൽ ചെന്ന് ജപമാല എടുത്തു. ജപമാല എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ ജപമാല വരുന്നില്ല, എനിക്ക് കാണാനും പറ്റുന്നില്ല. പക്ഷേ ഞാൻ ഇതിൽ വന്നിരുന്ന് നോക്കുമ്പോൾ എനിക്കതിൽ ജപമാല ഇരിക്കുന്നത് കാണാം. നമ്മൾ കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ എങ്ങനെ ജപമാല, നമ്മളിങ്ങനെ എടുത്ത് വെച്ച ആ രീതിയിൽ ജപമാല ബെഡ്ഷീറ്റിൻ്റെ പുറത്തിരിക്കുകയാണ്. ഞാൻ ആരെയും വിശ്വസിക്കില്ല, പക്ഷേ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടി, ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇദ്ദേഹം ഉറങ്ങുകയും ചെയ്തു. വെളുപ്പിൽ സുഖമായിട്ട് 5 മണിക്ക് നേഴ്സ് വന്ന് വിളിച്ചപ്പോൾ ഇദ്ദേഹം തന്നെ എഴുന്നേറ്റ് ചെന്ന് ഡോറ് തുറന്നു കൊടുത്തു. ശാന്തനായി, അതോടുകൂടി അദ്ദേഹം ശാന്തനായി. സർജറി പിറ്റേന്ന് വിജയകരമായി സർജറി നടക്കുകയും ചെയ്തു. ഇത് ഈ ലോകത്തിനെ അറിയിക്കേണ്ട ഏറ്റവും വലിയൊരു അനുഭവ സാക്ഷ്യമാണിത്. എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. ഞാനത് ഒത്തിരി പേരോട് പറയുകയും ചെയ്തു. ഇങ്ങനെ ഈ ജപമാല, വെള്ള ബെഡ്ഷീറ്റിൻ്റെ പുറത്ത് ഈ കളർ ജപമാല ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഇന്നും എനിക്ക് അതിശയമാണ്. യഥാർത്ഥത്തിൽ ജപമാല ഞാൻ ചെന്ന് കയ്യിലെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ജപമാലയല്ല, പക്ഷേ എനിക്ക് കാണാം, ജപമാല അതിലിരിക്കുന്നത് കാണാം. അങ്ങനെ ഒരു വലിയ അനുഭവ സാക്ഷ്യവും കൂടെ ഞാൻ പ്രേക്ഷകർക്കായി ഞാൻ വളരെ വിശ്വാസത്തോടു കൂടി പറയുകയാണ്. ഞാൻ അറിഞ്ഞ ക്രിസ്തു സ്നേഹവും അനുകമ്പയും കരുണയും വാത്സല്യവും എല്ലാം തികഞ്ഞ ഒരു, നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്നില്ലെങ്കിലും അദൃശ്യനായി നമ്മളോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് യേശു ക്രിസ്തു.
എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാകട്ടെ. എല്ലാവരും അടിയുറച്ച് ദൈവം എന്നുള്ളത് ഏകമാണെന്നും അതിൽ നമുക്ക് വിശ്വസിച്ച് മുന്നേറുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു പാത നമ്മുടെ ജീവിത വഴിയിൽ തുറന്നു കിട്ടുമെന്നും ഞാൻ വളരെ വിശ്വാസത്തോടു കൂടി തന്നെ അറിയിച്ച് വിടവാങ്ങുകയാണ്. നന്ദി.